അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ്. ആദരണീയരായ ഉലമാക്കളെ, സഹോദരങ്ങളെ, ഈ സെമിനാറിൽ എൻ്റെ വിഷയം മീലാദ് ബിദ്അത്ത് വാദമാണ് ബിദ്അത്ത് എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഖഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ആരാധനകൾ സമർപ്പിക്കണം. ഇത്രയും പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും പറയുന്നു, വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ നന്മകൾ ചെയ്യണം. എന്തിനു വേണ്ടി? നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. അപ്പോൾ നിസ്കാരവും മറ്റു ഇബാദത്തുകളും പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നന്മകളെ അധികരിപ്പിക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളായ പ്രമുഖ പണ്ഡിതന്മാർ ഇവിടെ ധാരാളം നന്മകളെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പാരായണം ഒരു നന്മയാണ്, ഭക്ഷണ വിതരണം ഒരു നന്മയാണ്, സ്വതക്ക ചെയ്യൽ ഒരു നന്മയാണ്, കുടുംബബന്ധം പുലർത്തൽ നന്മയാണ്, അയൽപക്ക ബന്ധം പുലർത്തൽ നന്മയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കലും അവിടുത്തെ അതിരറ്റ് സ്നേഹിക്കലും ഇസ്ലാം കൽപ്പിച്ച രീതിയിലുള്ള സ്നേഹങ്ങൾ അതെല്ലാം ഇബാദത്തുകളാണ്. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. തിരുനബിയെ സ്നേഹിക്കലും മദ്ഹ് പറയലും, ഇങ്ങനെ നിരവധി ഖൈറുകളുണ്ട്, അമലുകളുണ്ട്. എന്നാൽ ഈ ഖൈറുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഇവയുടെ സംഗമ ചടങ്ങാണ് മൗലിദാഘോഷം എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് എന്ത് പറയുന്നു? വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിജയികളാകാൻ വേണ്ടി നിങ്ങൾ ഖൈറുകൾ ചെയ്യണം. മൗലിദാഘോഷം എന്ന് പറയുന്നത് നിരവധി ഖൈറുകൾ ഒരു നൂലിൽ കോർത്തിണക്കിയതാണ്. മഹാനായ ഇമാം ഹാഫിളുദ് ദുനിയ ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഅമ്മാ മാ യുഅമലു ഫീഹി ഫയംബഗി അൻ യുഖ്തസറ ഫീഹി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ എങ്ങനെ മൗലിദാഘോഷത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്. അതിൽ അടങ്ങിയിരിക്കുന്ന ചടങ്ങുകൾ ഓരോന്ന് മഹാനവറുകൾ എണ്ണിപ്പറയുന്നു. മിന തിലാവത്തി, പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്, വൽ ഇത്ആമി വസ്സദഖതി വഇൻഷാദി ശൈഇൻ മിനൽ മദായിഹിൻ നബവിയ്യ വസ്സുഹദിയ്യ. ഖുർആൻ പാരായണവും അന്നദാനവും സ്വതക്കയും തിരുനബിയുടെ മദ്ഹുകൾ പാടലും പറയലും അതേപോലെ തന്നെ ആത്മീയമായ ഉപദേശങ്ങളും ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഖൈറുകളെ, നന്മകളെ കോർത്തിണക്കിയതാണ് മൗലിദാഘോഷം. മഹാനായ ഹാഫിള് ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ധാരാളം ഖൈറുകൾ ഒത്തിണങ്ങിയ ഈ വലിയ സുഹൃതത്തെ, മൗലിദാഘോഷം എന്ന ഒരു ചടങ്ങിനെ എന്തിന് വിമർശിക്കണം? മതപരമായോ ഭൗതികപരമായോ ഈ നബിദിനാഘോഷത്തെ വിമർശിക്കാനുള്ള യാതൊരു പഴുതും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നിട്ടും എന്തിനിതിനെ വിമർശിക്കേണ്ടി വരുന്നു? പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തിൽ മൗലിദാഘോഷം തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ കഷ്ണം, നിങ്ങൾ എൻ്റെ മീലാദ് കൊണ്ടാടരുത്, എൻ്റെ ജന്മദിനം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞൊരു ഹദീസിൻ്റെ കഷ്ണം കാണാൻ സാധിക്കുമോ? ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകൾ ആരെങ്കിലും തിരുനബിയുടെ ജന്മദിനാഘോഷം നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അതേപോലെ തന്നെ മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ഒരിക്കലും പ്രാമാണികരായ പണ്ഡിതന്മാരൊന്നും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റുകയില്ല. അതേ സമയത്ത് അതിൻ്റെ മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി അനുഗുണമായിട്ടുള്ള നിരവധി രേഖകളാണ് നമ്മുടെ മുന്നിലുള്ളത്. പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി നമുക്ക് എടുത്തു പറയാം. ഖുർആൻ പറയുന്നത് നബിദിനം ആഘോഷിക്കാനാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനാണ്. അതേപോലെ തന്നെ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ചര്യ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ ഭാഗവാക്കാകാനാണ്. മഹാന്മാരായ താബിഈങ്ങൾ വാത്തോരാതെ മദ്ഹ് പറഞ്ഞതും അവർ എഴുതി വച്ചതും ഇത്തരം മൗലിദിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്. പിൽക്കാലത്ത് മൗലിദാഘോഷം പരിഷ്കരിക്കപ്പെട്ടു, പുതിയ ശൈലിയിലും ചിട്ടയിലും ഇതിനെ രൂപപ്പെടുത്തപ്പെട്ടു. അതിനുശേഷം ആ മൗലിദാഘോഷത്തെക്കുറിച്ച് എന്ത് പറയണം? അത് പറയേണ്ടത് ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ച പ്രാമാണികരായ പണ്ഡിതന്മാരാണ്. ആരെങ്കിലും പറയുന്നത് മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കുകയില്ല. ഇസ്ലാമിൻ്റെ മുഖ്യധാരയിലേക്ക് പരിഗണിക്കപ്പെടുന്ന അഭിപ്രായം പ്രമുഖരായ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നതാണ്. നമുക്കെടുത്തു നോക്കാം. മഹാന്മാരായ ഇമാമുകൾ, നൂറുകണക്കിന് ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഈ മൗലിദാഘോഷം എന്ന് പറയുന്നത് പുണ്യകർമ്മമാണ്, ഇത് സുന്നത്താണ്, ഇത് നല്ല ആചാരമാണ്, ഇത് നടത്തേണ്ടതാണ്. ഇത് നിരവധി എഴുതി വെച്ച നൂറുകണക്കിന് കിതാബുകൾ. അതിൽ നിന്ന് അല്പം മാത്രം ഞാൻ പേര് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കാം. ഒന്നാമതായി മഹാനായ ഇമാം ഇബ്നുൽ ഹാജ്, മാലിക്കി മദ്ഹബുകാരനായ ഇബ്നുൽ ഹാജ് 737 വഫാത്തായ മഹാൻ. അദ്ദേഹത്തിൻ്റെ അൽ മദ്ഖലിൽ ധാരാളമായി മൗലിദാഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. രണ്ടാമതായി ഇമാം നവവി റളിയല്ലാഹു അൻഹു, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി തങ്ങളുടെ ഉസ്താദാണ് മഹാനായ അബൂ ശാമ റളിയല്ലാഹു അൻഹു. ആ അബൂ ശാമ റളിയല്ലാഹു അൻഹു 665 വഫാത്തായ മഹാനാണ്. അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ ഈ മൗലിദാഘോഷത്തിൻ്റെ ഗുണങ്ങൾ എടുത്തു പറയുകയാണ്. മൂന്നാമതായി പറയുന്നു 826 വഫാത്തായ അൽ ഹാഫിള് വലിയുദ്ദീൻ ഇറാഖി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അൽ മവാഹിബ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നാലാമത് പറയുന്നു 833 വഫാത്തായ ഇമാം ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ 902 വഫാത്തായ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ 911 വഫാത്തായ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. 2 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ ആ കാലഘട്ടത്തിലെ ലോകത്ത് ഏറ്റവും തിളങ്ങി നിന്ന പണ്ഡിതൻ, ലോകത്തിൽ ലഭ്യമായ ഹദീസുകൾ മുഴുവനും തേടിപ്പിടിച്ച് പഠിച്ച് മനപ്പാടമാക്കിയ ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ കഷ്ണത്തിൽ നബിദിനാഘോഷം നടത്തരുതേ എന്ന് മുത്തുനബി പറഞ്ഞതുണ്ടായിരുന്നെങ്കിൽ സുയൂത്തി ഇമാം ഇത്രയും പേജുകൾ മൗലിദാഘോഷത്തിൻ്റെ തെളിവുകൾ നിരത്താൻ വേണ്ടി ചെലവഴിക്കുകയായിരുന്നു. ഇമാം സുയൂത്തി തങ്ങൾ എത്ര ആവേശത്തോടെയാണ് മൗലിദാഘോഷത്തെ സമർത്ഥിച്ചു വച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഹദീസുകളിലൊന്നും ഇതിനെതിരെ യാതൊരു പരാമർശവുമില്ല എന്ന്. അതേപോലെ തന്നെ ഏഴാമത് മഹാനായ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു 974 വഫാത്തായ മഹാൻ. ആ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം എവിടെയെങ്കിലും ഒരു ബിദ്അത്ത് തലപൊക്കിയാൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ശക്തമായി നേരിടുന്ന പ്രകൃതക്കാരനാണ്. ഒരിക്കലും ബിദ്അത്തിന് വെച്ചു പൊറുപ്പിക്കാത്ത മഹാനാണ്. ആ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു മൗലിദാഘോഷം സുന്നത്തായ ഇബാദത്താണെന്ന് പഠിപ്പിക്കുമ്പോൾ ആ മൗലിദാഘോഷത്തിലേക്ക് മുങ്കറായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ കടന്നു വരുതെന്നാണ് മഹാനവറുകൾ പറയുന്നത്. മൗലിദാഘോഷത്തെ മഹാനവറുകൾ പുണ്യമായി പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്മാമുൻ നിഅ്മത്തുൽ കുബ്ര അലൽ ആലം അടക്കമുള്ള കിതാബുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഖുത്ബുദ്ദീനുൽ ഹനഫി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ 942 വഫാത്തായ ഇമാം ഷാമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സുബുലുൽ ഹുദാ വർ റഷാദിൽ മൗലിദാഘോഷത്തെ സമർത്ഥിക്കുന്നുണ്ട്. മുഫസ്സിറുകളിൽപ്പെട്ട ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ റൂഹുൽ ബയാനിൽ ഈ മൗലിദാഘോഷത്തെ സമർത്ഥിച്ചുകൊണ്ട് തിരുനബിയോരുടെ ബഹുമാനത്തിൽപ്പെട്ടതാണ്,
പരിശുദ്ധ ഖുർആൻ നബിയെ ബഹുമാനിക്കണം നിങ്ങളെന്ന് പഠിപ്പിക്കുമ്പോൾ ആ ബഹുമാനത്തിന്റെ ഭാഗമാണോ മിൻ തഅലീമിഹി അമലുൽ മൗലിദ്. മൗലിദാഘോഷം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മുത്തുനബിയെ ഒരു വിശ്വാസി ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച മഹാനാണ്. 10 പേര് ഞാൻ ഇവിടെ പറഞ്ഞു. അതിൻ്റെയൊക്കെ പുറമെ മഹാനായ ഹാഫിളുദ് ദുനിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠം പഠിച്ച ആ മഹാനവറുകൾ മൗലിദാഘോഷത്തെ പുണ്യകർമ്മമായാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി വേണ്ട ബിദഈകൾ കൊണ്ട് നടക്കുന്ന അവരുടെ കർമ്മശാസ്ത്ര പണ്ഡിതനായ ഇബ്നു തൈമിയ്യ അദ്ദേഹം പോലും പറയുന്നത് ഈ മൗലിദാഘോഷം നടത്തുന്ന ആൾക്ക് ഫലഹു അജ്റുൻ അലീം എന്നാണ്, വലിയ പ്രതിഫലം ഉണ്ട്. അപ്പൊ അത്രയും ഇവരെല്ലാവരും ഇങ്ങനെ തുടങ്ങി 100 കണക്കിന് പണ്ഡിതന്മാർ മൗലിദാഘോഷം പുണ്യമാണെന്ന് പഠിപ്പിച്ചത് നമുക്ക് നിരത്താൻ കഴിയും. മുസ്ലിം ഉമ്മത്ത് ആ അഭിപ്രായത്തിൽ ഏകോപിച്ചതാണ്. ഇതിനെതിരെ ഒരു പ്രമാണവും ആർക്കും ഉയർത്തിക്കാട്ടാൻ സാധിച്ചിട്ടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യകണ്ഠേനയുള്ള ഈ ഒരു ആശയത്തിനെതിരെ അത് ബിദ്അത്താണെന്ന് പറഞ്ഞു വരുന്ന ആ വാദമാണ് ബിദ്അത്ത് എന്ന് ഞാൻ ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ച, ഖുർആൻ പ്രോത്സാഹനം നൽകിയ, തിരുസുന്നത്ത് പ്രോത്സാഹനം നൽകിയ, സ്വഹാബത്തും താബികളും പ്രോത്സാഹനം നൽകിയ, പിൽക്കാലത്ത് പരിഷ്കരിക്കപ്പെട്ടതിന് ശേഷവും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും സർവ പണ്ഡിതന്മാരും മുസ്ലിം ഉമ്മത്ത് പ്രാമാണികരായി അംഗീകരിച്ച സർവ പണ്ഡിതന്മാരും പുണ്യകർമ്മമാണെന്ന് പ്രഖ്യാപിച്ച, സുന്നത്താണെന്ന് പ്രഖ്യാപിച്ച ആ മൗലിദാഘോഷത്തെ ബിദ്അത്താക്കി തള്ളുക വഴി മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇന് നേരെയാണ് വാളെടുക്കുന്നത്. അതുകൊണ്ട് ആ വാദമാണ് ബിദ്അത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്ര വലിയ കാര്യമാണ് മൗലിദാഘോഷമെങ്കിൽ എങ്ങനെ ഇതിനെതിരെ വിമർശനങ്ങൾ വരുന്നു? അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 3 കാരണങ്ങളാണ്. ഒന്ന്, തിരുനബിയോട് വേണ്ട വിധത്തിൽ സ്നേഹമില്ല. മഹബത്തിൻ്റെ കുറവ് അവർ അനുഭവിക്കുന്നു, മഹബത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല, ഉദാഹരണങ്ങൾ കുറേ പറയാനുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം, നന്മകൾ മുടക്കുക എന്നത് അവരുടെ അജണ്ടയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ജനിച്ചത് മുതൽ മരണം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കടന്നു വരുന്ന ധാരാളം ഖൈറുകളുണ്ട്, നന്മകളുണ്ട്. പരിശുദ്ധ ഖുർആൻ വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ഖൈർ ചെയ്യണം, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ഖൈറുകൾ ചെയ്യണമെന്ന് ഖുർആൻ പറയുമ്പോൾ ആ ഖുർആനിൻ്റെ കൽപ്പനയുടെ നേർവിപരീതം ഇപ്പുറത്ത് നിന്ന് ഖൈറിനെ മുടക്കികളാണ് ബിദ്അത്തുകാരായ ആളുകൾ. ഒരു കുട്ടി ജനിച്ചാൽ ചെവിയിൽ വാങ്ങു കൊടുക്കുന്നത് പോലും ബിദ്അത്താണെന്ന് പറഞ്ഞു തുടങ്ങി മരണം വരെയും ആനന്തര കർമ്മങ്ങളും അതിലൊക്കെ ബിദ്അത്തിനെ കടത്തി ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ നന്മകൾ മുടക്കുകയാണ്. അപ്പോൾ ധാരാളം നന്മകൾ കോർത്തിണക്കിയ മൗലിദാഘോഷത്തിന് നേരെയും വരുന്നു. നന്മകൾ അവർക്ക് സഹിക്കില്ല. ഈ ഉമ്മത്ത് നന്മകൾ ചെയ്യുന്നതിനെ അവർ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് മൗലിദാഘോഷത്തെ ബിദ്അത്താക്കി മാറ്റുന്നത്. അതേപോലെ തന്നെ ഓർമ്മകൾ നശിപ്പിക്കാൻ വേണ്ടി കൂടെയാണ്. മൂന്നാമത്തെ അവരുടെ ഒരു അജണ്ടയാണ് ഓർമ്മകൾ നശിപ്പിക്കുക എന്നുള്ളത്. കാരണം ഏതൊരു ആശയവും ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ ആശയത്തിന് വേണ്ടി യൗവനത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ ഹോമിച്ച് അങ്ങനെ കഴിഞ്ഞു പോയ ആ മഹാരഥന്മാരുണ്ട്. അവരുടെ സ്മരണകൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ആ ആശയങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുക. അപ്പോൾ ആ ആശയങ്ങളെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ട പണി എന്താണ്? അവരുടെ ഓർമ്മകളെ നശിപ്പിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയെ, പൂർവികരായ അമ്പിയാക്കളുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങയുടെ മനസ്സിന് സ്ഥൈര്യം ലഭിക്കാനാണ്, വെല്ലുവിളികളെ മനക്കരുത്തോടെ നേരിടാൻ വേണ്ടിയാണ്. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ആ സ്മരണ നശിപ്പിക്കണം. അതിനു വേണ്ടി അവർ ചെയ്ത വഴികൾ എന്താണ്? ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ആശയങ്ങൾ, ഇസ്ലാം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 2-3 സ്വപ്നങ്ങളെ അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഒന്ന് തൗഹീദ്, അതിൻ്റെ വിപരീതമായ ശിർക്ക്. മറ്റൊന്ന് സുന്നത്ത്, അതിൻ്റെ വിപരീതമായ ബിദ്അത്ത്. ഈ തൗഹീദിനെയും ഷിർക്കിനെയും എന്ന പോലെ സുന്നത്തിനെയും ബിദ്അത്തിനെയും തെറ്റായി നിർവചിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തത് വഴിയാണ് അവർക്ക് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. തൗഹീദും ഷിർക്കും തെറ്റായി വ്യാഖ്യാനിക്കുക വഴി അവർ ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയും അധികാരം ലഭിച്ച ഇടങ്ങളിലെല്ലാം മുസ്ലിം ഉമ്മത്തിനെ കൊന്നു തള്ളുകയും ചെയ്തു.
അത് തൗഹീദ് വ്യാഖ്യാനിച്ചിടത്ത പിഴവായിരുന്നു. രണ്ടാമത്, സർവ്വ നന്മകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ പിറകോട്ട് വലിച്ചത് എന്തിൻ്റെ പേരിലാണ്? ബിദ്അത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചതിൻ്റെ പേരിലാണ്. എന്താണ് അവർ ബിദ്അത്തിന് കൊടുത്ത വ്യാഖ്യാനം? ഈ നബിദിനാഘോഷത്തിന് നേരെ ഇത് ബിദ്അത്താണ് എന്ന് അവർ ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഇത്രയും നന്മകൾ അടങ്ങിയ ലോക പണ്ഡിതന്മാർ മുഴുവൻ പുണ്യകർമ്മമാണെന്നും സുന്നത്തായ ആചാരമാണെന്നും സാക്ഷ്യപ്പെടുത്തിയ ഒരു കർമ്മത്തിന് നേരെ ഇത് ബിദ്അത്താണെന്ന് നിർലജ്ജം ആക്രോശിക്കണമെങ്കിൽ എന്തായിരിക്കും അവരുടെ ബിദ്അത്തിന്റെ നിർവചനം? വളരെ വിചിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തത്, അല്ലെങ്കിൽ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തത്, അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ ഉയർത്തിയത്. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തുള്ളതോ തങ്ങൾ ചെയ്തതോ മാത്രമേ ഇസ്ലാം ആവുകയുള്ളൂ എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. ദീനുൽ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദീനിലേക്ക് മാ ലൈസ മിൻഹുവിനെ കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാ ലൈസ മിൻഹു എന്ന പ്രത്യേകം ഉപാധി വെച്ചുകൊണ്ട് തന്നെ മുത്തുനബി എന്തുകൊണ്ട് പറഞ്ഞു? ദീനിലേക്ക് ആ മാഹുവ മിൻഹുവായിട്ടുള്ള ദീനിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കടത്തിക്കൂട്ടേണ്ടി വരും, സ്വാഭാവികമാണ്. അതൊരിക്കലും റദ്ദല്ല, അത് കബൂലാണ്, അത് മഖ്ബൂലാണ്, സ്വീകരിക്കപ്പെടുന്നതാണ്. എന്നാൽ മാ ലൈസ മിൻഹുവായ ദീനിൻ്റെ നിയമങ്ങൾക്ക് നിരക്കാത്ത, ദീനിൻ്റെ ഉസൂല് ഖവായിദുകൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ അതിനെ കടത്തിക്കൂട്ടുമ്പോഴാണ് ബിദ്അത്തായി മാറുന്നത്. അതാണ് വിമർശിക്കപ്പെടേണ്ട ബിദ്അത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അത് തന്നെയല്ലേ ഇബ്നു തൈമിയ്യ പോലും പഠിപ്പിച്ചത്. ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ വഅമ്മൽ ബിദ്അത്തു ശർഇയ്യ ഫകുല്ലു മാ ലം യദുല്ല അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ശർഇയ്യായ ദലീലില്ലാത്തത്, തെളിവില്ലാതെ പറയുന്നത്, അതിനാണ് ബിദ്അത്ത് എന്ന് ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞത്. അതേപോലെ തന്നെ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു വൽ മുറാദു ബിഹാ മാ ഉഹ്ദിസ വലൈസ ലഹു അസ്ലുൻ ഫി ശർഇ, ശർഇൽ തെളിവില്ലാതെ അടിസ്ഥാനമില്ലാതെ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ബിദ്അത്ത് എന്ന് ഇമാം അസ്ഖലാനി തങ്ങൾ പറയുന്നു. ഇത് തന്നെയാണ് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, ഇമാം തഫ്താസാനി തങ്ങൾ പറഞ്ഞത്. സർവ പ്രാമാണിക പണ്ഡിതന്മാരും ബിദ്അത്തിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. ആ വ്യാഖ്യാനങ്ങളൊക്കെ മറികടന്നുകൊണ്ട് തിരുനബി ചെയ്യാത്തതെല്ലാം ബിദ്അത്താണെന്ന് വാദിച്ചതാണ് ബിദ്അത്തുകാരെ സംബന്ധിച്ചിടത്തോളം, വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നന്മകളടങ്ങിയ മീലാദ് ആഘോഷത്തെ അവർ തെറ്റായി ബിദ്അത്തായി ചിത്രീകരിക്കുന്നിടത്തേക്ക് എത്തിയത്. ശരിയായ നിർവചനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നതാണ് ബിദ്അത്ത്. എന്തുകൊണ്ട്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ശർഅാക്കപ്പെട്ട കാര്യം, ദീനിൽ നിയമമാക്കപ്പെട്ട കാര്യം അതിലേക്ക് കൂട്ടിയുണ്ടാക്കുക, ഔ നുഖിസ അൻഹു, അല്ലെങ്കിൽ അതിൽ നിന്ന് വെട്ടിച്ചുരുക്കുക. മിൻ ഹൈതു ത്വഅതു ബഅദ ഇൻഖിറാദിൽ അസ്മനതി സലാസ ബിഗൈരി ഇദ്നിൻ മിന ശാരിഇ ലാ ഖൗലൻ വലാ ഫിഅലൻ വലാ ഇശാറ വഹിയൽ മുറാദതു ബിൽ ബിദ്അത്തി മഹ്കൂമി അലൈഹാ ബിദ്ദലാല. ദലാലത്തായ ബിദ്അത്ത് എന്ന് പറയുന്നത് എന്താണ്? ശാരിഇന്റെ സമ്മതമില്ലാതെ വാക്കാലോ ഫിഇലാലോ അല്ലെങ്കിൽ ഇഷാറത്താലോ ശാരിഇന്റെ ഭാഗത്ത് നിന്നുള്ളൊരു പെർമിഷൻ ഇല്ലാതെ ദീനിലേക്ക് ഒരു കാര്യം കടത്തിക്കൂട്ടുക, അല്ലെങ്കിൽ ദീനിൽ നിന്നൊരു കാര്യത്തെ വെട്ടിമാറ്റുക. അപ്പൊ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം, ദീനിൽ സുന്നത്തായി സ്ഥിരപ്പെട്ട ഒരു കാര്യം, അതിനെ ദീനിൽ നിന്ന് വെട്ടിമാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് മഹാന്മാരായ ഇമാമുകളെല്ലാം പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സ്വഹാബത്തിന്റെ ചെയ്തികളുടെയും താബിഈങ്ങളുടെ പ്രോത്സാഹനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പിൽക്കാലത്തെ പണ്ഡിതന്മാരൊക്കെ സുന്നത്താണെന്ന് പഠിപ്പിച്ച, പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ച, സദാചാരമാണെന്ന് പഠിപ്പിച്ച, സുഹൃതമാണെന്ന് പഠിപ്പിച്ച മൗലിദാഘോഷം മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ച് സ്ഥിരപ്പെട്ട ഇസ്ലാമികമായ ഒരാശയമാണ്. ആ ഒരാശയത്തെ വെട്ടിമാറ്റുക, ആ വെട്ടിമാറ്റലാണ് ബിദ്അത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്ത് പറയുന്നു, ആ പരിശുദ്ധമായ മൗലിദാഘോഷം അത് സുന്നത്തായ ആചാരമാണ്, പ്രാമാണികരായ പണ്ഡിതന്മാരൊക്കെ സ്ഥിരപ്പെടുത്തിയതാണ്. ആ മൗലിദാഘോഷത്തിന്റെ ഓരോ ചടങ്ങുകളിലേക്കും ബിദ്അത്തിന്റെ അമ്പുമായി വരികയാണ് ബിദ്അത്തുകാർ. ഒരു മൗലവി പ്രസംഗിക്കുന്നത് തിരുനബിയെ മദ്ഹ് പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടില്ല എന്നാണ്.
അതേപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാണ്. എന്തൊരു വിരോധമാണ് തിരുനബിയോട് ഇവർക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന പോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലമു തസ്ലീമാ. അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങളും നിർവഹിക്കണം, നിങ്ങളും സ്വലാത്ത് ചെല്ലണം എന്ന് പറയുമ്പോൾ എന്താണ് സ്വലാത്ത്? സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖാല അബുൽ ആലിയ സ്വലാത്തുല്ലാഹി സനാഉഹു അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പ്രകീർത്തിക്കലാണ്, തങ്ങളെ മദ്ഹ് ചെയ്യലാണ് എന്ന്. അപ്പോൾ സല്ലു അലൈഹി വസല്ലമു തസ്ലീമ എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം, തങ്ങളുടെ മദ്ഹുകൾ പറയുകയും വേണം. ഇതാണ് ആ ആയത്തിന്റെ അർത്ഥം. എന്ന പോലെ റസൂലുള്ളാഹി തങ്ങൾ മുന്നിൽ വന്ന് മദ്ഹ് പാടിയ കഅബ് ഇബ്നു സുഹൈറിന് പുതപ്പിട്ട് കൊടുത്തുകൊണ്ട് ആദരിക്കുകയുണ്ടായി. അതേപോലെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മദീനത്തെ പള്ളിയിൽ ഒരു സ്റ്റേജ് കെട്ടിക്കൊടുത്തു റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറയാൻ വേണ്ടി. അതുപോലെ ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സി മാ നാഫഹ ഔ ഫാഖറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ആശീർവാദം നൽകി ദുആ ചെയ്തു കൊടുത്തു. ഇങ്ങനെയൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ് മദ്ഹ് എന്നിരിക്കെ മുസ്ലിം ഉമ്മത്ത് ആരും ഈ മദ്ഹിനെതിരെ ഒരു പണ്ഡിതനും വിമർശിച്ചിട്ടില്ല. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാർ പറയാ അതിന് ഖുർആനിന്റെ പിന്തുണയില്ല എന്ന്. എത്രമാത്രം അപകടകരമാണ് ഇത്തരം വാദങ്ങൾ. അതാണ് പറയുന്നത്, ബിദ്അത്തെന്ന് വാദിച്ചു വരുന്ന ഇവരുടെ വാദത്തിലാണ് ബിദ്അത്തുള്ളത്. അതേപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന്റെ പേരിൽ സന്തോഷിക്കാൻ പാടില്ല, അത് ബിദ്അത്തെന്നാണെന്ന് അവർ പറയുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിനെതിരാണ്. ഖുർആൻ പറയുന്നത് എന്താണ്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തായ പരിശുദ്ധ ഖുർആനിൽ തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ ഇന്നമാന റഹ്മത്തുൻ മുഹ്ദാത്തുൻ എന്ന് പറഞ്ഞ. അതേപോലെ മുഫസ്സിറുകൾ റഹ്മത്ത് എന്നാൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ എന്ന് ഖുർആൻ പറയുമ്പോൾ അതിൻ്റെ നേർവിപരീതം ഇവിടെ നിന്ന് ബിദ്അത്തുകാർ പറയുന്നു, സന്തോഷിക്കരുത്, ആ നബിദിനാഘോഷത്തിൽ സന്തോഷ പ്രകടനം നടത്തൽ ബിദ്അത്താണ് എന്ന്. ഇനി സന്തോഷം പ്രകടിപ്പിക്കരുതെന്ന് മാത്രമല്ല, അന്നത്തെ ദിവസം സന്തോഷമേ പാടില്ല, ദുഃഖമാചരിക്കുകയാണ് വേണ്ടത് എന്നും നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാർ പറയുന്നു. എന്താ കാരണം? തിരുനബിയോർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിവസമാണ് റബീഉൽ അവ്വൽ 12. അതിൻ്റെ പേരിൽ ദുഃഖിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായപ്പോൾ അന്ന് മദീന കരഞ്ഞതും അന്ന് സ്വഹാബത്ത് വിങ്ങിപ്പൊട്ടിയതും ആ രംഗങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് എന്നിട്ടാണോ നിങ്ങൾ പായസം കൊടുക്കുന്നത്, നിങ്ങൾ മിഠായി കൊടുക്കുന്നത്, നിങ്ങൾ ദഫും സ്കൗട്ടും നടത്തി ചാടിക്കളിക്കുന്നതെന്ന് ചോദിച്ച് നബിദിനാഘോഷത്തിന് നേരെ കൊഞ്ഞനം കുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ. മഹാനായ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽ ഹവീലിൽ ഫതാവയിൽ 1-ാം വാള്യം 193-ാമത്തെ പേജിൽ മഹാനവറുകളെ കൃത്യമായി പറഞ്ഞു, അശ്ശരീഅത്തു ഹസ്സത് അലാ ഇൽഹാരി ശുക്രി നിഅമി വസ്സബ്രി വസ്സുകൂനി വൽ കസ്മി ഇൻദൽ മസാഇബി. വിപത്തുകൾ വരുമ്പോൾ, ആ മുസീബത്തുകൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കാനും അടങ്ങിയിരിക്കാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതേ സമയത്തോ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം. അപ്പോൾ തിരുനബിയുടെ ജനനം അനുഗ്രഹമാണ്, അതിൻ്റെ നന്ദി പ്രകടനത്തിനും സന്തോഷത്തിനുമാണ് അന്ന് സ്ഥാനം കൊടുക്കേണ്ടത്. ഫദല്ലത്ത് ഖവായിദു ശരീഅ അലാ അന്നഹു യുഹ്സിനു ഫീ ഹാദാ ശൈരി ഇൽഹാറുൽ ഫറഹി ബിവിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം സന്തോഷം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്, ജനനത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത്. ദൂന ഇൽഹാരിൽ ഹുസ്നി ഫീഹി ബിവഫാതിഹി, തങ്ങൾ വഫാത്തായത് അന്നാണെന്നും പറഞ്ഞ് അന്ന് ദുഃഖമാചരിക്കൽ ഒരു വിശ്വാസിക്ക് ഒരിക്കലും നിരക്കുന്ന പ്രവണതയല്ല എന്ന് ഇമാം സുയൂത്തി അന്ന് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന് മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന പോലെ മൗലിദാഘോഷത്തിൻ്റെ പേരിലുള്ള അന്നദാനം അതിനെ വിമർശിക്കുന്നു. ഞാനതിലേക്ക് കടക്കുന്നില്ല. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായ വഫാത്തായതിനു ശേഷം അവരുടെ മദ്ഹ് പറയുകയും അവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്തതും സ്വഹീഹുൽ ബുഖാരി സാക്ഷ്യപ്പെടുത്തിയിട്ടും മൗലിദിൻ്റെ ഭക്ഷണത്തെയും മൗലിദിൻ്റെ അന്നദാനത്തെയും ഒക്കെ പരിഹസിക്കുകയാണ് ബിദ്അത്തുകാർ ചെയ്യുന്നത്. എന്ന പോലെ തന്നെ മൗലിദാഘോഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം അത് തിരുനബിയോടുള്ള തഅലീമാണ്, ബഹുമാനമാണ്.
ആ ബഹുമാനത്തെയും ഇല്ലായ്മ ചെയ്യാനാണ് ബിദ്അത്തുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൗലിദാഘോഷം മൊത്തത്തിൽ ബിദ്അത്താണെന്ന വാദവും അതിൻ്റെ ശാഖകളായി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മൗലിദിൻ്റെ കണ്ടൻ്റായിട്ടുള്ള അതിൻ്റെ ഉള്ളടക്കമായിട്ടുള്ള ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും അതെല്ലാം ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്പെട്ടതാണ്, പ്രമാണബദ്ധമാണ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പൂർവികരായ ഉലമാഇന്റെ ഇജ്മാ കൊണ്ടുമൊക്കെ സ്ഥിരപ്പെട്ടതാണെന്നിരിക്കെ ആ സ്ഥിരപ്പെട്ട ഇജ്മാഇനെതിരെ, സ്ഥിരപ്പെട്ട നിയമത്തിനെതിരെ വാളെടുക്കുന്നതാണ് ബിദ്അത്ത് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.